ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ആ, വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിട്ട് നമുക്കിന്ന് കാണാം. ഇന്ന് നമ്മൾ ജാനകിയമ്മയാണ് ഒന്ന് ഓർക്കുന്നത്. അനേകം ആ, പാട്ടുകളിലൂടെ നമ്മളറിയാതെ നമ്മളെ കൊണ്ടുപോയിട്ടുള്ള പ്രിയപ്പെട്ട ജാനകിയമ്മ നമ്മളോട് വിട പറഞ്ഞു. ജാനകിയുടെ പാട്ടുകളിലൂടെ തീർച്ചയായിട്ടും നമുക്കും ഒന്ന് ചേർന്ന് വരാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തിയായ ഒരു ചലച്ചിത്ര പിന്നണി ഗായികയാണ് എസ് ജാനകി, അല്ലെങ്കിൽ സിസ്റ്റല്ല ജാനകി എന്നാണ് ശരിക്കുള്ള പേര്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിന്നണി ഗായകരിൽ ഒരാളാണ്. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്ങിണി, ആസാമി, സിന്ധി തുടങ്ങി 17ഓളം ഭാഷകളിൽ ഏകാന്ത ഗീതവും സോളോയും അതുപോലെ യുഗ്മഗാനവും കോറസും എല്ലാം ഞാൻ പലതരത്തിലായി 48,000-ത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മലയാളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം 2000-ത്തിലധികം പാട്ടുകളാണ് ജാനകിയിലൂടെ നമ്മൾ കേട്ടിരിക്കുന്നത്. 1938 ഏപ്രിൽ മാസം 23-നാണ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3-ാം വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങി. അവരുടെ പിതാവായ സിസ്റ്റല്ല ശ്രീ രാമമൂർത്തി ഒരു ആയുർവേദ ഡോക്ടറും അധ്യാപകനുമായിരുന്നു. തൻ്റെ ബാല്യത്തിൻ്റെ ഭൂരിഭാഗവും ജാനകിക്ക് വേണ്ടി ചെലവഴിച്ചു. അവിടെ 9-ാം വയസ്സിൽ വേദിയിൽ ആദ്യ അവസരം ലഭിച്ചു. ജാനകിയമ്മയുടെ സംഗീതവാസന വളർത്തുന്നതിൽ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖർ നിർണായകമായ പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സംഗീത പഠനത്തിനായി പിൽക്കാലത്ത് മദ്രാസിലെത്തി. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാന മത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകിയമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയായത്. വൈകാതെ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജോലിയും ലഭിച്ചു. 1957 19-ാം വയസ്സിൽ വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ ടി ചലപ്പതി റാവു ഈണം പകർന്നു നൽകിയ ആ ഗാനം ആലപിച്ചുകൊണ്ടാണ് പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്നത്. എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും പാടിയിട്ടുള്ള ജാനകി ഹിന്ദി, സിംഗള, ബംഗാളി, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങിണി, തുളു അതുപോലെ ജർമ്മൻ ഭാഷകളിലും സ്വരസാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 2000-ൽ മലയാള സിനിമാ ഗാനങ്ങൾക്ക് ജാനകിയമ്മ ശബ്ദം പകർന്നിട്ടുണ്ട്. അതിൽ സുപ്രസിദ്ധമായ നിരവധി ഗാനങ്ങളും ഉൾപ്പെടുന്നു. സംഗീത സംവിധായക MS ബാബുരാജുമായി ചേർന്നിട്ടാണ് ജാനകിയമ്മയുടെ ശബ്ദം മലയാളത്തിലേക്ക് എത്തിയത്. കുട്ടികളുടെ സ്വരത്തിൽ പാടാൻ കഴിയുക എന്നുള്ള സവിശേഷമായ കഴിവും ജാനകിയമ്മയ്ക്കുണ്ട്. മലയാളത്തിൽ ഇത്രയധികം ഈ രീതിയിൽ ധാരാളം ഗാനങ്ങൾ ആലപിച്ചിട്ടുമുണ്ട്. താൻ പാടിയതിൽ ഏറ്റവും പ്രയാസമേറിയ ഗാനം എന്നുള്ളത് കന്നഡ ചിത്രത്തിലെ ഹേമാവതിയിലെ ശിവ ശിവ എഹന്ന നാളികെ എന്ന ഗാനമാണെന്ന് ജാനകിയമ്മ പറഞ്ഞിട്ടുണ്ട്. ധാരാളം പുരസ്കാരങ്ങൾ, മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണ നേടിയിട്ടുണ്ട്. 1974 16 വയതിനിലെ എന്ന തമിഴ് ചിത്രത്തിലെ സിന്ദൂരപ്പൂവെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചത്. 1980 മലയാളത്തിലെ ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിൽ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനും 1984 തെലുങ്ക് ചിത്രമായ സിത്താരയിലെ ഗോദാരി ആനന്ദ് എന്ന് തുടങ്ങുന്ന ഗാനത്തിനും 1992 തമിഴ് ചിത്രത്തിലെ തേവർ മകനിലെ ഇഞ്ചി എടുപ്പഴക തുടങ്ങുന്ന ഗാനത്തിനും അദ്ദേഹം ലഭിച്ചിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകർക്കുള്ള കേരള സംസ്ഥാന അവാർഡ് 14 തവണയും തമിഴ്നാട് സർക്കാരിന്റെ അവാർഡ് 7 തവണയും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ അവാർഡ് 10 തവണയും ഈ ഗായിക സ്വന്തമാക്കി. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരവും സുർ സിംഗർ അവാർഡ് 1970-ലും കേരളത്തിലെ സിനിമ ആർക്കൈവ് അവാർഡും സ്പെഷ്യൽ ജൂറി സ്വരലെ യേശുദാസ് അവാർഡും 2005-ലും ലഭിച്ചു. 2013-ൽ പത്മഭൂഷൺ നൽകി രാജ്യം ജാനകിയമ്മയെ ആദരിച്ചു. ദക്ഷിണേന്ത്യൻ കലാകാരൻ മോഡൽ അവഗണനയിൽ പ്രതിഷേധിച്ച് ജാനകി ആ അവാർഡ് നിരസിക്കുകയും ഉണ്ടായി. വളരെ പ്രധാനപ്പെട്ട ചില പാട്ടുകൾ ഇതൊക്കെയാണ്: തളിരിട്ട കിനാക്കൾ, മൂടുപടം, വാസന്ത പഞ്ചമി നാളിൽ, ഭാർഗവി നിലയം, സൂര്യകാന്തി സൂര്യകാന്തി, കാട്ടുതുളസി, കവിളത്ത് കണ്ണീർ കണ്ടു, അന്വേഷിച്ച് കണ്ടെത്തിയില്ല, താമരക്കുമ്പിളല്ലോ, അവിടുന്ന് ഗാനം കേൾക്കാൻ, താനേ തിരിഞ്ഞും മറിഞ്ഞും, മാവ് പൂത്തു മാധവം പൂത്തു, ഇങ്ങനെ അനേകം പാട്ടുകൾ. ഗായിക എന്ന നിലയിൽ നിറഞ്ഞു നിൽക്കുന്നതിന് പുറമെ ജാനകിയമ്മ ഗാനരചനയും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. നിരവധി
തമിഴ്, തെലുങ്ക് ചിത്രങ്ങൾക്ക് വേണ്ടി അവർ ഗാനങ്ങൾ എഴുതുകയും ചെയ്തു. ഭർത്താവ് പരേതനായ വി രാമപ്രസാദാണ്. 1959 അവരുടെ വിവാഹം. ജാനകിയമ്മയുടെ കരയിലെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം അവരുടെ മിക്ക റെക്കോർഡിങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. 1997 ഹൃദയാഘാതം മൂലം അദ്ദേഹം മരിച്ചു. ഭർത്താവിന്റെ മരണശേഷം ജാനകിയമ്മ സിനിമാ രംഗത്ത് സജീവമല്ലാതായി. കൂടുതൽ സമയവും പ്രാർത്ഥനയ്ക്കായി ചെലവിടുന്നു. ഭക്തിഗാന കാസുകൾക്ക് വേണ്ടി പാടിയിരുന്നു. ഏകമകൻ മുരളീകൃഷ്ണ ജനുവരിയിൽ മരിച്ചതിനെ തുടർന്ന് പേരക്കുട്ടി അപ്സരയുടെ കൂടിയാണ് മൈസൂരിൽ താമസം. ജാനകിയമ്മയുടെ മാതൃഭാഷ തെലുങ്കാണെങ്കിലും കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകൾ ഒഴുക്കോടെ സംസാരിക്കാനും പാട്ടുകൾ പാടാനും തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജൂലൈ മാസം 11 മൈസൂരിലെ അപ്പോളോ വിജയസ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തോടുകൂടി നമ്മളിന്ന് വിട്ടുപിരിക്കും. എല്ലാവിധ ആദരാഞ്ജലികളും ജാനകിയമ്മയുടെ പാട്ടുകൾക്ക് മുമ്പിൽ നമുക്ക് അർപ്പിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ജാനകിയമ്മയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. എനിക്ക് ജാനകിയമ്മയെ പറ്റി പറയാനുള്ളത്, ഞാൻ കുഞ്ഞിലെ പാട്ട് ലിറിക്സ് പെട്ടെന്ന് പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ പഠിച്ച പാട്ട് തളിരിട്ട കിനാക്കളാണ് എന്റെ 4ാം വയസ്സിൽ. അപ്പൊ അന്നോട്ടേ ജാനകിയമ്മേനെ പറ്റി കേൾക്കുന്നതാണ്. കൊച്ചുകുട്ടികളുടെ ശബ്ദത്തിൽ പാടുന്നതും ജാനകിയമ്മയുടെ പാട്ടുകൾ പാടിയാണ് എൻ്റെ അമ്മൂമ്മയുടെ അമ്മ, അതായത് എൻ്റെ വല്യമ്മച്ചിയും എൻ്റെ അപ്പൂപ്പനും എന്നെ ഓർപ്പിക്കൊണ്ടിരുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്നലെ ജാനകിയമ്മയുടെ മരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു അമ്മൂമ്മയ്ക്കോ നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾക്കൊരു മരണം സംഭവിച്ച ഒരു വേദനയായിരുന്നു. അപ്പൊ തളിരിട്ട കിനാക്കൾ പാടി തുടങ്ങാനാണ് ആഗ്രഹം. തീർച്ചയായിട്ടും. അതിനു മുമ്പ് നമുക്കൊരു ട്രിബ്യൂട്ട് ഉണ്ട്. നമ്മുടെ മനോജ് കുമാർ സാറ് നമുക്ക് വേണ്ടി ജാനകിയമ്മയുടെ പാട്ടുകളിലൂടെ ഒരു യാത്ര പോകുന്നുണ്ട്. ആ ട്രിബ്യൂട്ടിലൂടെ തീർച്ചയായിട്ടും മനോജ് കുമാർ സാറ് പാട്ടിന്റെ ആ ഒരു സാമ്രാജ്യത്തിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ട്രിബ്യൂട്ടുകൾ നൽകാറുണ്ട്. അപ്പൊ ആ ട്രിബ്യൂട്ട് കേട്ട് നമുക്ക് നമ്മളുടെ പാട്ടുകളിലേക്ക് വരാം. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ആലാപനത്തിന്റെ നിത്യ വസന്തത്തിന് കണ്ണീരണിഞ്ഞ പ്രണാമം. കാലം അതിൻ്റെ പ്രവാഹത്തിൽ പലതിനെയും മായ്ച്ചു കളയാറുണ്ട്. എന്നാൽ ചില ശബ്ദങ്ങളുണ്ട്, കാലത്തിന് പോലും തൊടാനാകാതെ തലമുറകളുടെ ഹൃദയങ്ങളിൽ തോരാമഴയായി പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിൻ്റെ ആകാശത്ത് ഒരു പ്രാവശ്യം പോലും മങ്ങാത്ത ആ നക്ഷത്രം ഇനി നമുക്ക് ഓർമ്മയാവുകയാണ്. നമ്മുടെ സ്വന്തം ജാനകിയമ്മ. കേവലം ഒരു ഗായിക ആയിരുന്നില്ല അവർ. 5.5 പതിറ്റാണ്ടിലേറെ കാലം ഭാവസാന്ദ്രമായ ഒരു പിടി ഗാനങ്ങളിലൂടെ പ്രണയവും വിരഹവും വാത്സല്യവുമെല്ലാം മലയാളിക്ക് പകർന്നു നൽകിയ ഗാനഗോകുലമായിരുന്നു ജാനകിയമ്മ. ആ നാദം ഇനി ഓർമ്മകളുടെ വിണ്ണിൽ ബാക്കി. പാടിത്തീർത്ത 5000-ഓളം മലയാള ഗാനങ്ങളും കോടിക്കണക്കിന് ഹൃദയങ്ങളിലെ പ്രാർത്ഥനകളിലും ബാക്കി വെച്ച് ആ സംഗീത സരസ്വതി യാത്രയായിരിക്കും. അതിർവരമ്പുകൾക്കപ്പുറം അമ്മയുടെ വിരൽത്തുമ്പിലെ വാത്സല്യം പോലെ നമ്മെ തൊട്ടുണർത്തിയ ആ ശബ്ദത്തെ എങ്ങനെയാണ് നാം മറക്കുക? മലയാളിയല്ലാതായിരുന്നിട്ടും മലയാളത്തിൻ്റെ അക്ഷരശുദ്ധിയും തനിമയും ആ വരികളിൽ ചലിച്ചപ്പോൾ കേൾവിക്കാരൻ പ്രണയത്തിൻ്റെ നിത്യതീരങ്ങളിലേക്ക് ഒഴുകിപ്പോയി. ബാബുക്കയും ദേവരാജൻ മാസ്റ്ററും ദക്ഷിണാമൂർത്തി സ്വാമികളും MP ശ്രീനിവാസനും തുടങ്ങി ഇളയരാജ മുതൽ രവീന്ദ്രൻ മാസ്റ്റർ വരെയുള്ള പ്രതിഭകളുടെ ഈണങ്ങൾക്ക് ജാനകിയമ്മയോളം ഭാവം പകർന്ന മറ്റൊരു ഗായികയുണ്ടോ? നിഷ്കളങ്കമായ ഒരു കുഞ്ഞിന്റെ ചിരി മുതൽ തീവ്രമായ വിരഹത്തിന്റെ കണ്ണീർ വരെ ആ തൊണ്ടയിൽ നിന്ന് ഒരുപോലെ ഒഴുകി വന്നു. സൂര്യകാന്തിയും തളിരിട്ട കിനാക്കളും പാടി അവർ കാതിൽ കുളിരു കോരിയിട്ടപ്പോൾ തന്നെ നാഥ നീ വരും കാലച്ച കേൾക്കുവാൻ എന്ന കാത്തിരുന്ന പ്രണയിനിയുടെ വിരഹാഗ്നിയും ആ ശബ്ദത്തിൽ നിന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രം പറയണമെങ്കിൽ
ജാനകി അമ്മയുടെ താഴെ പറയുന്ന ഈ അനശ്വര ഗാനങ്ങളെ മാറ്റി നിർത്തുക അസാധ്യമാണ്. തളിരിട്ട കിനാക്കൾ, സൂര്യകാന്തി, കേശാദിപാദം തൊഴുന്നേൻ, ഒരു കൊച്ചു സ്വപ്നത്തിൻ, എഴുതിയതാരാണ്, തേനും വയമ്പും, ഏറ്റുമാനൂർ അമ്പലത്തിൽ, എന്റെ ജന്മം നീ എടുത്തു, തുമ്പീവ തുമ്പക്കുടത്തിൻ, സ്വർണമുകിലെ, ഒരു വട്ടം കൂടിയൻ, ആടിവ കാറ്റേ. പട്ടിക നീളുകയാണ്. ജാനകി അമ്മ പാടിയ ഓരോ വരിയും മലയാളിയുടെ വൈകാരിക നിമിഷങ്ങളുടെ നേർ സാക്ഷ്യങ്ങളായിരുന്നു. ആ അനിതര സാധാരണമായ പ്രതിഭയെ തേടി പുരസ്കാരങ്ങൾ ഒഴുകിയെത്തിയതിൽ അത്ഭുതമൊന്നുമില്ല. 4 തവണയാണ് മികച്ച ഗായികയ്ക്കുള്ള രാജ്യാന്തര ബഹുമതിയായ ദേശീയ ചലച്ചിത്ര പുരസ്കാരം അവരെ തേടിയെത്തിയത്. തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകൾക്കൊപ്പം ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന നിത്യഹരിത ഗാനത്തിലൂടെ മലയാളത്തിനും അവർ ദേശീയ പുരസ്കാരത്തിന്റെ തിളക്കം നൽകി. നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ 11 തവണയാണ് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് ജാനകിയമ്മ സ്വന്തമാക്കിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നൽകിയ വിവിധ പുരസ്കാരങ്ങൾക്കും കലാരത്ന ബഹുമതികൾക്കും പുറമെ മൈസൂർ സർവകലാശാലയുടെ ആദരസൂചകമായ ഡോക്ടറേറ്റും ആ കണ്ഠത്തെ അലങ്കരിച്ചു. പുരസ്കാരങ്ങളെക്കാളും വലിയ അംഗീകാരം കോടിക്കണക്കിന് ആസ്വാദകരുടെ മനസ്സിൽ അവർക്ക് ലഭിച്ച അമ്മ എന്ന സ്ഥാനമായിരുന്നു. ശരീരം കൊണ്ട് ജാനകിയമ്മ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ആ ഭൗതിക ശരീരം മണ്ണോട് ചേർന്നിരിക്കാം. എന്നാലും ഒരു കാറ്റായി, ഒരു തുമ്പിയായി, മിഴിയോരത്തെ പ്രണയക്കണ്ണീരായി ജാനകിയമ്മ ഇനിയും ഇവിടെ തന്നെ ഉണ്ടാകും. മലയാളി നെഞ്ചേറ്റിയ ആ നാദം ഒരിക്കലും മരിക്കില്ല. കാസറ്റുകളായും സിഡികളായും ഇന്റർനെറ്റ് തരംഗങ്ങളായും ആ ശബ്ദം ഇനിയും ഈ അന്തരീക്ഷത്തിൽ തന്നെ ഒഴുകി നടക്കും. വരും തലമുറകളും ആ വരികളെ നൊമ്പരപ്പെടുത്തി പ്രണയിക്കുകയും ചെയ്യും. സംഗീത സരസ്വതിയായ ആ അമ്മയ്ക്ക് മരണമില്ല. ദക്ഷിണേന്ത്യൻ ആസ്വാദക ലക്ഷങ്ങളുടെ ഹൃദയം നിറഞ്ഞ കണ്ണീരിലൊഴുക്കിയ പ്രണാമം. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു മനോജ് സാർ. വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളിലൂടെ കടന്ന് ഓർമ്മകൾക്ക് ഒരു വലിയ നന്മ നൽകിയതിന് നന്ദി. ഓക്കെ, നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും പാടാം. ആദ്യത്തെ പാട്ട് ലോകം മുഴുവൻ സുഖം പകരാനായി, പിന്നെ തളിരിട്ട കിനാക്കൾ, ദെൻ വാസന്ത പഞ്ചമി നാളിൽ, ദെൻ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടത്. പാടാൻ പറ്റുന്നതൊക്കെ പാടുക. ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് ഈ 2-3 പാട്ട് പാടുമ്പോഴത്തേക്കും നമുക്ക് സമയമെടുക്കും. അപ്പൊ ഏതാ തളിരിട്ട കിനാക്കൾ ആദ്യം പാടിക്കോളൂ. ആരാണ് പറഞ്ഞത്? അഞ്ജലിയാണോ അല്ലേ? പാടിക്കോളൂ. അർച്ചന. അർച്ചന അർച്ചന. അർച്ചന, യെസ് തുടങ്ങട്ടെ സർ. യെസ്. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴയല്ലോ പൂക്കാരി മലരി നീയാർക്കു വേണ്ടി. മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയെ നീയാർക്കു വേണ്ടി. ഈ തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ
വിരുന്നുകാരൻ. ഭാവന യമുന തൻ തീരത്തു നീ തീർത്ത കോവിലിൻ നട തുറന്നതാർക്കു വേണ്ടേ? സങ്കൽപ്പ മണി വീണ സംഗീതം നീന്ന സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി? തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു സർ. താങ്ക് യു. ബിനമാം നിങ്ങളൊന്ന് പാടൂ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. നിന്റെ വിരുന്നുകാരൻ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരിനിയാർക്കു വേണ്ടി? മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയിനിയാർക്കു വേണ്ടി? തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. നിന്റെ വിരുന്നുകാരൻ. ഭാവന യമുന തൻ തീരത്തു നീ തീർത്ത കോവിലിൻ നട തുറന്നതാർക്കു വേണ്ടി? സങ്കൽപ്പമണി വീണ സംഗീതം നീന്ന് സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി? തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു സർ. ഓക്കെ, നീ ആരാ പാടുന്നത്? ശ്രീകുമാരി മാം പഠിക്കൂ. ആർക്കും വേണം പാടാം കേട്ടോ. അഡ്മിറ്റ് ചെയ്താൽ ഞാൻ വിളിക്കും. യെസ്, ശ്രീകുമാരി മാം പാടി. കേൾക്കുന്നില്ലല്ലോ. ശ്രീകുമാരി മാമിന്റെ പാട്ട് കേൾക്കുന്നില്ലല്ലോ, സൗണ്ട് വരുന്നില്ലല്ലോ. പാട്ട് കേൾക്കുന്നില്ലല്ലോ, സൗണ്ട് വരുന്നില്ലല്ലോ. എന്ത് പറ്റി?
ഇപ്പൊ കേൾക്കാമോ സാറേ? ഇപ്പൊ കേൾക്കാമോ? ആ ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം, പാടി. ഞാൻ മൊബൈലിൽ നിന്നാണ് കേൾക്കുന്നത്. രണ്ടെണ്ണം ഉണ്ടല്ലേ? വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ, പൂക്കാരി മലരിൽ ആർക്കുവേണ്ടി. മധുരപ്രതീക്ഷകൻ മണിദീപം കൊളുത്തിയ മാനസപൂജയിൽ ആർക്കുവേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാലവനം വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു സാർ. എന്റെ ഓക്കെ, മാമിന്റെ രണ്ട് ഫോണും ഓൺ, അതുകൊണ്ട് എക്കോ വരുന്നുണ്ടേ. ആ, ഞാൻ മൊബൈലിൽ ശബ്ദമില്ല സാറേ. രണ്ട് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഒരു മൊബൈല് ശബ്ദമില്ല. പാടട്ടെ സാറേ? ആ പഠിക്കും. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ തുഴഞ്ഞല്ലോ, പൂക്കാരി മലരിനി ആർക്കു വേണ്ടി. മധുരപ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസപൂജയിനി ആർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. ഭാവന യമുന തൻ തീരത്തു നീ തീർത്ത കോവിലിൻ നട തുറന്നതാർക്കു വേണ്ടി. സങ്കൽപ്പ മണി വീണ സംഗീതം നീ എന്ന് സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു സാർ. ഓക്കെ, മെയിൽ വോയിസ് ജ്യോതികുമാർ സാർ. ആരൊക്കെയാ ഉള്ളത്? ഇഷ്ടംപോലെ പേരുണ്ടല്ലോ. ജോർജ് സാർ, റോയ്സ് സാർ, 2 വരി 4 വരി. റോയ്സ് സാർ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ, പൂക്കാരി മലരി നീയാർക്കു വേണ്ടി.
വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. Thank you. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഗോകുമാർ സാറിന്റെ പാടട്ടെ സർ? പഠിക്കും. യെസ്, പരമ പാടും. ജാനകിയമ്മയെ പറ്റിയിട്ട് ഒന്ന് പറയട്ടെ. പറയും. ജാനകിയെ പറ്റി എന്തെങ്കിലും പറയാൻ തന്നെ എന്നെ പോലുള്ളവർക്ക് യോഗ്യതയുണ്ടോ എന്നറിയില്ല. എന്നാലും നമ്മൾ ചെറുതിൽ മുതലേ റേഡിയോന്ന് കേൾക്കുന്ന പേരും ആ പാട്ടും അല്ല. എൻ്റെ അമ്മേൻ്റെ പേര് ജാനകി എന്നാണ്. അപ്പൊ ചെറുപ്പത്തില് ആ റേഡിയോ എന്ന പേര് കേൾക്കുമ്പോൾ എനിക്കൊരു കൗതുകമായിരുന്നു അമ്മേൻ്റെ പേര് ഉള്ളത്. അതുപോലെ എനിക്ക് ഇപ്പൊ ഇതിനിടെ കേട്ടതാണ് അവർക്ക് എന്തോ ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖം ഉണ്ടായതിന് പോലും എന്നിട്ട് ഇത്ര ആഴത്തിലുള്ള പാട്ട് പാടാൻ കഴിയുന്നത്. പിന്നെ സംഗീതം പഠിക്കാതെ ശാസ്ത്രീയമായിട്ട് അതെല്ലാം ഒരു എന്താ പറയുക, സംഗീതത്തിനായിട്ട് അവതരിച്ച ഒരു വ്യക്തിയായിട്ട് തോന്നുന്നു. ആ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമർപ്പിച്ചുകൊണ്ട് ഞാൻ പാടാൻ ശ്രമിക്കുന്നതാണ് പാട്ട്. പൂന്നുള്ളി പൂന്നുള്ളി കൈവീരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരി നീയാർക്കു വേണ്ടി മധുര പ്രതീക്ഷ മണി ദീപം കൊളുത്തിയ മാനസ പൂജയിനിയാർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമര മാലവാകാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. ഓക്കെ, ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടാം, അല്ലെങ്കിൽ അടുത്ത പാട്ടിപ്പോ. ഞാൻ നോക്കട്ടെ സാറേ. യെസ്, പഠിക്കണം. ജാനകിയമ്മയെ പറ്റി എന്തോ പറയണ്ടേന്നറിയില്ല, അത്രയ്ക്ക് ഒരു പ്രയാസമുണ്ട്. പക്ഷെ അവര് സഫലമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത് എന്നുള്ളതൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പത്മാവൻ പറഞ്ഞ പോലെ സംഗീതം ക്ലാസിക്കലായിട്ട് അഭ്യസിക്കാതെ അവർ പാടുന്ന കേട്ട് അവര് ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല എന്നൊരിക്കലും പറയില്ല. അതുപോലുള്ള പാട്ടാണ് അവർ പാടുന്നത്. പിന്നെ ആ വാനമ്പാടിയുടെ പിന്നെ ഓർമ്മയ്ക്ക് മുമ്പിലെല്ലാം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ പാട്ട് പാടുകയാണ്. അവളുടെ ആത്മാവിനെ നിത്യശാന്തി നേരും. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരിനിയാർക്കു വേണ്ടി മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയിനിയാർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും രണ്ടുപേരി ജ്യോതികുമാർ സാർ ആർക്കെങ്കിലും ഒക്കെ പാടാമെങ്കിൽ പഠിക്കുള്ളൂ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ ഭാവനായ മോനതൻ തീരത്തു നീ തീർത്ത കോവിലിൽ നട തുറന്ന
ആർക്കു വേണ്ടി സങ്കൽപ്പമണി വീണ സംഗീതം നീയെന്ന് സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമരമാലവാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. ഓക്കെ, അപ്പൊ ആരും ഇല്ലെങ്കിൽ അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത് നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഒരുപക്ഷെ ഇത്ര മനോഹരമായ ഒരു പാട്ട് പുകഴേന്തിയുടെ മ്യൂസിക്കില് പി ഭാസ്കറിന്റെ വരികളിൽ എസ് ജാനകി പാടിയ അത്രയ്ക്ക് മനോഹരമായൊരു പാട്ടാണത്. എല്ലാവർക്കും ഈ പാട്ട് പാടാൻ പറ്റും, എല്ലാവരും പാടണം. 2 പാട്ടാണെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് ഈ പാട്ടെല്ലാം പാടി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, പാരായണം വിനമം ഒരു ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിന്നമൃതം തോകിയ ലോകപാലക ജഗദീശ, ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സർ. എസ് ജാനകിയമ്മയ്ക്കുള്ള ഈ ഒരു ഓർമ്മ ദിനത്തില് ഇതൊക്കെ അവതരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതിന് നന്ദി പറയാണ് ദൈവത്തോടും ഈ ഗ്രൂപ്പിനോടും. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. തീർച്ചയായിട്ടും ശ്രീമാരി മാം പാടിക്കും. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴും
താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥ കരം പിടിക്കൂ. പുല്ലിൻ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ബിന്ദുവിനമൃതം തൂകിയ ലോകപാലക ജഗദീശ. ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. താങ്ക് യു സർ. ഓക്കെ, വേറെ ആരാ പാടുന്നേ? സാറേ ഞാൻ വേറെ പാട്ട് പാടാം സാർ അന്നേരം. ഇതൊന്ന് കഴിഞ്ഞിട്ട് മതി, ഇതൊന്ന് കഴിയട്ടെ. ഓക്കെ, അതെ സാർ, അത് കഴിഞ്ഞിട്ട് മതി. ഓക്കെ. ഇനി ആരുള്ള? ജ്യോതികുമാർ സാർ പാടുന്നില്ലേ? പരമാമ പാടി. യെസ്. സാറ് പറഞ്ഞുണ്ടോ ജ്യോതികുമാർ സാർ? ഇല്ല, പാടിക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയായ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മിനിമാം ഒന്നും പാടില്ലല്ലോ. മിനിമാം ബിന്ദു മാം പാടിക്കൂ. സാറ് അടുത്ത പാട്ട് പാടാ. എനിക്ക് ചുമ ഇച്ചിരി ത്രോട്ടിന് പ്രശ്നം. ഓക്കെ, ബിന്ദു മാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാര കനിവിനുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും അഡ്മിറ്റ് ചെയ്തോളൂ. ജോർജ് സാർ. ജോർജ് സാർ ഒന്ന് പാടിക്കോട്ടെ. അതിനുശേഷം താങ്ക് യു സർ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ
കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സർ. ഓക്കെ, രമാദേവി മാം, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി നാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിന്നമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടണേ പാടാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇനി. യെസ്, ഹരി പാടും. താങ്ക് യു സാർ. സാബു സാർ. യെസ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. യദുമാർ സാർ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുലയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി നാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ
മിഴി തുറക്കൂ. താങ്ക് യു സർ. സ്നേഹതമാം പാടിയില്ലല്ലോ. സ്നേഹതമാം വേണുഗോപാൽ സാർ ആരെങ്കിലും? പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനിർപ്പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മെഴുകുന്നു. റോയ് സാർ പാടുന്നോ? അഡ്മിറ്റേഴ്സറാ? ലോകം മുഴുവൻ സുഖം പകരാനും സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സകല നിവാരണ കരുവിനുറവെ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. മുഴുവൻ സുഖം പകരാനും സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സർ. ഓക്കെ, ഒരാൾക്കെങ്കിലും ഇപ്പോൾ ഷെയർ ചെയ്യണേ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ പാട്ടുകളിലേക്ക് പോവാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ആരൊക്കെ പാടുന്നത്? മിനിമം പാടൂ, രമാവതിമാം പാടൂ, ആരെങ്കിലും പാടിക്കോളൂ. സാറേ ഞാൻ പാടട്ടെ? പഠിക്കും. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? വർഷസന്ധ്യ വർഷസന്ധ്യമാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്നെ പോലെ സ്വർണ്ണമുകിലേ 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 സ്വപ്നം കാണാറുണ്ട് നീയും? സ്വപ്നം കാണാറുണ്ടോ? വർഷസന്ധ്യ വർഷസന്ധ്യമാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്തിനായി നീ മൂടിവയ്പ്പു ജീവനിൽ ജീവനിൽ സ്വർണ്ണമുകിലേ 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 സ്വപ്നം കാണാറുണ്ട് നീയും? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി
സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? താങ്ക് യു സർ. ഇനി ആരാ പാടുന്നത്? പേഴ്സണൽ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് ജനകീയ പാട്ടുകൾ പാടണമെങ്കിൽ പാടാം. പാടട്ടെ സർ. അത് പാടിക്കോ. ഫുള്ള് ലിറിക്സ് അറിയത്തില്ല. ആ പറ്റുന്നോളം പാടിക്കോ. നാല് വരി അറിയുള്ളൂ. ഓക്കെ ഓക്കെ. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ കണ്ണുനീർക്കുടം തലവേറ്റി നടക്കും സ്വർണ്ണ തലവേറ്റി നടക്കും സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാം. അത്രേ ഉള്ളൂ. ഓക്കെ താങ്ക് യു. വേറെ അജയകുമാർ സാർ പാടുന്ന ഞാൻ പാടുകയാണേ. ഓക്കെ. ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള എങ്ങും മലർശരം ആടുന്ന വേള ആശാസുന്ദര കൽപ്പനാ സ്വപ്നം ജീവിതയാത്ര ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള എങ്ങും മലർശരം ആടുന്ന വേള പ്രേമലീലയിൽ നമ്മൾ കൊച്ചു മായാഗ്രഹമൊന്നുണ്ടാക്കി പ്രേമലീലയിൽ നമ്മൾ പ്രേമലീലയിൽ നമ്മൾ കൊച്ചു മായാഗ്രഹമൊന്നുണ്ടാക്കി കളിയാടാനിരുന്നു സഖി കിനാവിന്റെ ലോകത്തിൽ മധുരാസ തൂക്കുന്ന കോമളവേള എങ്ങും മലർശരം ആടുന്ന വേള ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള എങ്ങും മലർശരം ആടുന്ന വേള ആശാസുന്ദര കൽപ്പനാ സ്വപ്നം ജീവിതയാത്ര ചിന്നും വെൺതാരത്തിൻ ആനന്ദവേള. ഓക്കെ സർ, വലിയ പാട്ടാ, അതുകൊണ്ട് കട്ട് ഔട്ട് ചെയ്തു, 2 വരി മതി. സാർ ഞാന് സമയമുണ്ടോ ഇനി? ഈ 2 വരി മാത്രം ഓരോ പാട്ടിന്റെ ഒന്ന് പാടിക്കോട്ടെ. തീർച്ചയായും. നിർത്താനായി ഒന്ന് പറഞ്ഞാൽ മതിയേ. ഇല്ല നിർത്തണില്ല, പാടിക്കോളൂ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. അടുത്തത് മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ. അടുത്തത് മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി. ഇണയെവിടെ തുണയെവിടെ ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. അടുത്തത് തുമ്പി വാ
തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. അടുത്തത് വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ, ഏകാകിനി നിന്നോർമകൾ ഏകോദിവാ സ്വപ്നങ്ങളായി. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി, അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം കുടുമയിൽ ചാത്താനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു. അടുത്തത് ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. അടുത്തത് സന്ധ്യേ കണ്ണീരി തെന്തേ സന്ധ്യേ സ്നേഹമയി കേഴുകയാണോ നീയും. നിൻമുഖം പോൽ നിൻ സ്വരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരി തെന്തേ സന്ധ്യേ. അടുത്തത് പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ആഴിമാരൊത്തുകൂടി ആമ്പൽ പൂങ്കടവിങ്കൽ ആയില്യ പൂനിലാവിൽ കുളിക്കാൻ പോയി. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. അടുത്തത് നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനയേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ, മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ, രോമാഞ്ചം ചൂടവേ. നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. അടുത്തത് താമരക്കുമ്പിളല്ലോ മമ ഹൃദയം അതിൽ താതാ നീ സംഗീത മധു പകരൂ. അടുത്തത് ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ. ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേൻ മലരേ മലരേ. തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. രാഗം ശ്രീരാഗം
പാടൂ നീ വീണ്ടും 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 തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി. നിർത്തട്ടെ. വളരെ വളരെ മനോഹരമായി. താങ്ക് യു. ബാബു വളരെ സാറേ നന്നായിട്ട് പാടിയില്ലേ സാറേ? കരോക്കെ Yes, ഇവിടെ yes. ഉണ്ട്, നല്ല 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 രസമുണ്ടായിരുന്നു നല്ല മാഡം, പാട്ടായിരുന്നു സാറേ. നന്നായിട്ട് പാടിയത്. താങ്ക് യു. മനോജ് സാറ് മനോജ് സാറിന്റെ ഇതിലെ ആദ്യത്തെ പാട്ടില്ലേ സാറേ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ, അത് പാടട്ടെ. ആ പഠിക്കും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ, സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ ഒന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും, അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. കരഞ്ഞു കരഞ്ഞു കരൾ തളർന്നു ഞാൻ ഉറങ്ങുമ്പോൾ കഥ പറഞ്ഞുണർത്തിയ കരിങ്കടലേ, കരിങ്കടലേ, കനിവാർന്നു നീ തന്ന കനക തമ്പാളത്തിൽ കണ്ണുനീർ ചിപ്പികളോ നിറച്ചിരുന്നു, കണ്ണുനീർ ചിപ്പികളോ നിറച്ചിരുന്നു. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. താങ്ക് യു സർ. ഓക്കെ, മിനിമം പഠിക്കൂ. പത്മമ്മ ആരെങ്കിലും പഠിക്കുള്ളൂ, പാട്ടാണെ പാടാം. Yeah, one second. ആ Yeah, മിനിമം പാടുകയാണേ. പഠിക്കൂ പഠിക്കും. மன்றம் வந்த தென்றலுக்கு மஞ்சம் வர நெஞ்சமில்லையே, அன்பே என் அன்பே, தொட்டவுடன் சுற்றவர்க்கு குற்றமில்லையே, அன்பே என் அன்பே, போபால் போராடு மன்றம் தென்றலுக்கு மஞ்சம் வர நெஞ்சமில்லையே, அன்பே என் அன்பே, தேனும் வயம்பும் தூகும் வானம் பாடி, தேனும் வயம்பும் தூகும் வானம் பாடி, വീണ്ടും 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 தேனும் வயம்பும் தூகும் வானம் பாடி, செந்தூரப்பூவே
இல்லென்ற காற்றே என் மன்னனங்கே என் மன்னனங்கே நீ கொஞ்சம் சொல்வாயா செந்தூரப்பூவே செந்தூரப்பூவே ஜில்லென்ற காற்றே என் மன்னனங்கே என் மன்னனங்கே நீ கொஞ்சம் சொல்வாயா இந்த ஜலாசயத்தில் கண்கள் நீராடும் பூங்குளத்தில் நீர் போல നീല താമര വിരിഞ്ഞു നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു താവകവിൽ പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മഞ്ഞടിക്കുമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടുന്നൊരു സുപ്പലിക്കുരുവി ഇടയവിടെ തുടയവിടെ ഇടയവിടെ തുടയവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ തളിരിട്ട കിനാക്കൾ തൻ താമര മാലവാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ തളിരിട്ട കിനാക്കൾ തൻ താമര മാലവാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ താനേ തിരിഞ്ഞു പറഞ്ഞു താമരയിൽ ഉരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ മധുമാസ സുന്ദര ചന്ദ്രലേഖ സന്ധ്യേ കണ്ണീരിതേ സന്ധ്യേ സ്നേഹമൈ കേഴുകയാണ് നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതേ തിരികെ രജനി പനിത കാമ പാപ ഗമ പനീനി സാസ പരിണി ഗമ പപ മപ്പനി പരിസരി മൈനാകം കടലിൽ നിന്നുവോ ശിശിരം കടമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലനിന്നും വളരുന്നു വളരുന്നു സോറി സാർ തൊണ്ട തീരെ ശരിയില്ല പനിയാണ് ഒരാഗ്രഹത്തെ സാറേ സാബു സാറേ യെസ് അതില് ഏറ്റവും പഴയതില് ഏറ്റവും ഒരു നല്ല പാട്ടാണിത്. പിന്നെ എന്താ പറയേണ്ടത്, നമ്മളിപ്പം കുറെ പാട്ട് ഇവര് പാടിയില്ലേ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ
മയങ്ങൂ നീയൻ മടിമേലേ, മയങ്ങൂ നീയൻ മടിമേലെ. അതുപോലെ അവളുടെ രാവുകൾ എന്നുള്ള പാട്ട്, കാരണം ജാനകിയമ്മ പാടുമ്പോൾ എല്ലാ വികാരങ്ങളെയും തൊട്ടുണർത്തുന്ന രീതിയിലാണ് പാടുക. അതിൽ പിന്നെ ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, താരാട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിപ്പോ രാഗേന്ദു കിരണങ്ങൾ ഒളി വീശിയില്ല, രജനീ കദംബങ്ങൾ മിഴി ചെമ്മിയില്ല, മദനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി, മനവും തനവും മരുഭൂമിയായി, നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ, എന്നും അവളുടെ രാവുകൾ. ആലംബമില്ലാത്ത നാളിൽ അവൾ പോലും അറിയാത്ത നേരം, കാലം വന്ന കന്നിപ്പൂവിൻ കരളിനുള്ളിൽ കളിയം പെയ്തു, രാവിൻ നെഞ്ചിൽ കോലം തുള്ളും രോമാഞ്ചമായവൾ മാറി. രാഗേന്ദു കിരണങ്ങൾ ഒളി വീശിയില്ല, രജനീ കദംബങ്ങൾ മിഴി ചിമ്മിയില്ല, മദനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി, മനവും തനവും മരുഭൂമിയായി, നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ. ആരോരുമറിയാതെ പാവം ആരെയോ ധ്യാനിച്ചു മൂകം, കാലം വന്ന പൂജാബിംബം കാണിക്കയായി കാഴ്ച വെച്ചു, നിർമാല്യം കൊണ്ടാരാധിക്കാൻ ആകാതെ അന്നവൾ നിന്നു. രാഗേന്ദ്ര. ഓക്കെ സർ, താങ്ക് യു. പത്മമാം കൂടെ പാടാനുണ്ട്. അതിനുമ്പ് ഒരു പാട്ട് പാടാത്തത് പാടാം. പൊട്ടിത്തകർന്ന കിനാവു കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാലു കെട്ടി ഞാൻ, പട്ടുനൂലുഞ്ഞാലു കെട്ടി ഞാൻ. പത്മമാം പാടൂ. ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാവും, എങ്ങും ചെയ്യും നേരം എന്തേ ജയം പൂവേ പറയൂ നീ ഇളം പൂവേ, മിഴിയോരം നിലാവലയോ പനി നീർമണിയോ, കുളിരോ മഞ്ഞിൽ പറയൂ നീ ഇളം പൂവേ. ഈ പാട്ടാണ് നനഞ്ഞൊഴുകുമല്ല, അത് യേശുദാസ് പാടിയതാണ്. നിലാവലയോ ഉള്ളതാണ് ജാനകി ഞാൻ പാടി. ഒരു പാട്ടോടെ പാടാം. അവസാനത്തെ നമ്മൾ പാടാത്തതാണ്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരി, പ്രേമ പൂജ പുഷ്പവുമായി തേടുവതാരിയാരേ, തേടുവതാ. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. ഒത്തിരി പാട്ടുകളിലൂടെ നമുക്ക് കൃത്യമായിട്ട് ജാനകിയമ്മയുടെ ഓർമ്മ കൃത്യമായിട്ട് നിലനിർത്താൻ സാധിച്ചു. എല്ലാവർക്കും വളരെയധികം സന്തോഷം. ഇനി ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ ഇനിയും പാടിക്കോളൂ. ഒരു പാട്ടോ സമയം ഒരു പാട്ട് പാടിക്കോട്ടെ സാറേ. സമയം താഴ്ചയില്ല, പാടിക്കോളൂ.
പത്മാമ അല്ലല്ലോ, ബിനമ നല്ലൊരു ഗാനവാനായിരുന്നു പഠിച്ചത്. പക്ഷെ അതിൽ ഒരു പാട്ട് മാധുരിമ പാടിയതാ, എന്റെ പൊന്നാന പുറത്തെഴുന്നള്ളുന്നുള്ളത്. പിന്നെ ഞാൻ അത് നിദ്രേ ഏറ്റുമാനൂർ അമ്പലത്തിലായിരുന്നു പാടുന്നത്. അത് ജാനകി അത് ജാനകി അത് മാറിപ്പോയതാണ്. ഇതൊക്കെ മനസ്സിനെടുത്ത് പാടുമ്പോഴേ തെറ്റിപ്പോയതാ. ഏറ്റുമാനൂർ അമ്പലത്തിൽ എഴുന്നള്ളത്താണ്. അതെ അതെ. അത് പാടണോ ഇപ്പം? അവാർഡ് സിനിമയാണത്. അതൊന്ന് പാടിക്കോട്ടെ. പാടിക്കോ. ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത് മുന്നിൽ കാത്തു നിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട്. മുന്നിൽ കാത്തു നിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട്. 7 പൊന്നാന എഴുന്നള്ളി വന്നപ്പോൾ ഏതോ കിനാവിൽ ഞാൻ ലയിച്ചു പോയി. 7 പൊന്നാന എഴുന്നള്ളി വന്നപ്പോൾ ഏതോ കിനാവിൽ ഞാൻ ലയിച്ചു പോയി. പഞ്ചാരി കേട്ടില്ല, പാണ്ടിയും കേട്ടില്ല, പഞ്ചവാണ വീണ മാത്രം മുഴങ്ങി കാതിൽ. എന്റെ പഞ്ചവാണ വീണ മാത്രം മുഴങ്ങി കാതിൽ. ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത് മുന്നിൽ കാത്തു നിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട്. മുന്നിൽ കാത്തു നിന്ന പൂവമ്പന്റെ പള്ളി നായാട്ട്. താങ്ക് യു സാർ. പാടുന്നുണ്ടോ? പാടിക്കും. ഒരു പാട്ട് സാറേ. നിദ്ര തണ്ണീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. നിദ്ര തണ്ണീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. വെള്ളാരം കല്ലു പെറുക്കി ഞാനങ്ങൊരു വെണ്ണക്കൽ കൊട്ടാരം കെട്ടി. 7 നിലയുള്ള വെൺമാടക്കെട്ടിൽ ഞാൻ വേഴാമ്പൽ പോലെ ഇരുന്നു. രാജകുമാരനെ കാണാൻ നിദ്ര തണ്ണീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. ഏതോ മരച്ചോട്ടിൽ വേണു വായിക്കുമെൻ രാജകുമാരനെ കാണാൻ വേഴാമ്പൽ പോലെ ഇരുന്നു. ചിന്തുന്ന കണ്ണീരൻ മാറത്തെ മാലയിൽ ചന്ദ്രകാന്ത കല്ലു ചാർത്തി. ചന്ദ്രകാന്ത കല്ലു ചാർത്തി. നിദ്ര തണ്ണീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. അതുപോലെ തന്നെ ഓലത്തുമ്പത്തിരുന്നുയലാടും അല്ലെ, സന്ധ്യ കണ്ണീരനുണ്ട്. സന്ധ്യ കണ്ണീരിനെന്തേ. അതിന്റെ 4 വരി പാടിയാലോ സാർ? നിർത്തിക്കോ. യെസ്, പാടി നിർത്തും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമായി കേഴുകയാണോ നീയും. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ
സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും, വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, ദുഃഖമേ നീ പോകൂ കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. ദുഃഖമേ നീ പോകൂ കേടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. മരണമേ നീ വരികയന്റെ പ്രണയഗാനം കേൾക്കൂ, നീയും ഏറ്റുപാടാൻ പോരൂ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമായി കേഴുകയാണോ നീയും. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വളരെ സന്തോഷം. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ഓർമ്മ ജാനകിയമ്മയ്ക്ക് നമുക്ക് പാട്ടുകളിലൂടെ കൊടുക്കാൻ സാധിച്ചു. ബിന്ദുമ പറയുന്നത്, ബിന്ദുമ പാടുന്നുണ്ടോ? ജാനകി മാമിന് പാടിയില്ലല്ലോ. ആ, പാടിക്കൂ. പാടി. തേനും വയമ്പും നാവിൽ പോകും വാനം പാടി, തേനും വയമ്പും നാവിൽ പോകും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും, തേനും വയമ്പും നാവിൽ പോകും വാനം പാടി. വാനത്തെ ശൃംഗാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, വാനത്തെ ശൃംഗാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, കാലത്തും വൈകിട്ടും പൂങ്കാളത്തേനുണ്ണ ആ വാഴത്തോട്ടത്തിൽ നീയും പോറ്റും. തേനും വയമ്പും നാവിൻ പോകും വാനം പാടി. താങ്ക് യു സർ. ഓക്കെ, ജാനകിയമ്മ പാടിയതുപോലെ ഒരു മയിൽപ്പീലിയായി ഇനി ജാനകിയമ്മ എല്ലാവരും മനസ്സിലുണ്ടാവും. ആ ഒരു പാട്ടുണ്ടല്ലോ, ഒരു മയിൽപ്പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ. പാടിക്കൂ, പാടി നടത്തിക്കൂ. സാറേ ഒരു ക്ലാസ്സും കൂടി വേണമെന്നാ തോന്നുന്നത് സാറേ. ജാനകിയമ്മയുടെ പാട്ടിന്റെ ഒരു ക്ലാസ്സും കൂടി വേണമെന്നാ തോന്നുന്നത്. സമയം ഒരു മയിൽപ്പീലിയായിരിക്കും അല്ല, നമ്മളത് പാടുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ, നമുക്ക് ഇഷ്ടംപോലെ പാട്ടുകൾ കിട്ടും. പത്മ മാം ഒരു മയിൽപ്പീലി പാടുന്നുണ്ടോ? ഞാൻ വേണം പാടിക്കോ, എനിക്ക് ആ, പാടിക്കോളൂ. മാം പാടുന്നുണ്ടോ? ഇല്ല, മാം പാടിക്കോ. ആ, പാടും. ഒരു മയിൽപ്പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഒരു മുളം തണ്ടായി ഞാൻ ഇറക്കുമെങ്കിൽ നിന്റെ ചൊടിമലരിതളിൽ വീണലിഞ്ഞു പാടും, അലിഞ്ഞു പാടും. ഒരു മയിൽപ്പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. താങ്ക് യു ഓൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു പാട്ടുവിശേഷമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു. നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ ജാനകിയമ്മ ജീവിക്കട്ടെ പാട്ടുകളിലൂടെ നമുക്ക്. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. See you, sir. Good night.